Hello viewers, Namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ മീൻ ട്രെൻഡ് വീഡിയോയിൽ കാണിക്കുന്നത് എക്സ യൂസ്ഡ് പെർഫോമൻസ് ആണ്. ഇന്നെന്ന് പറയുമ്പോൾ 10th November ആണ്. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്, ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എൻട്രിയും എക്സിറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം ലൈവിൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ആ വരുന്ന ട്രേഡിൻ്റെ സിഗ്നൽസിൻ്റെ കൺഫർമേഷൻ എടുത്ത ശേഷം ട്രേഡ് നിങ്ങൾ മാനുവലി ഇപ്പോൾ നിങ്ങൾ MD4 MD5 ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് അതിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാനും പഠിക്കാനും താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഓഫീസ് വരുന്നത് നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. ഡയറക്റ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് വരാവുന്നതാണ്. അപ്പോൾ എക്സ് യൂസ്ഡ് ടൈം ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്യുന്നത് 5 മിനിറ്റ് ആണ്. നമുക്ക് ഇവിടുന്ന് ടൈം ഫ്രെയിമുകളുണ്ട്. ആ ടൈം ഫ്രെയിം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് അതനുസരിച്ചുള്ള സിഗ്നൽസ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും മുകളിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്നെസ് ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഗ്രീൻ കളറിൽ വരുന്ന ബൈ ചെയ്യാനുള്ളതും അതുപോലെ റെഡ് ഡൗൺ ആയിട്ട് വരുന്ന സെല്ലുമാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് ഒരു അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. അതേ ഡീറ്റെയിൽസ് മേലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ലാസ്റ്റ് സിഗ്നലിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ ഈ ഒരു ബൈ വന്നിരിക്കുന്നത് രാവിലെ ഇന്ത്യൻ ടൈം 4:30 406.6, അതായത് മേളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. 406.66 ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് കറണ്ട് P&L ആണ് കാണിച്ചിരിക്കുന്നത്. സോഫ്റ്റ് തന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ഒരു ബൈ ട്രെൻഡിലോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം ആണോ നോക്കിയ ശേഷം മാത്രം എടുക്കുക. അതായത് നമ്മൾ മാനുവലി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. വരുന്ന ട്രേഡ് കൺഫേം ആണോ നോക്കുക. ട്രേഡ് മാനുവലി നമ്മുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ചെയ്യാം. ബാക്കിയെല്ലാം സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിച്ചു തരും. ബൈ സിഗ്നലാണ് വരുന്നതെങ്കിൽ ഈ ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴത്തോട്ട് നോക്കുക. പ്രൈസ് ഇവിടെ ബൈ സോൺ തന്നെ എഴുതി കാണിക്കണം. ആൻഡ് സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴ്ത്തി ഒരു ബാർ കണ്ടോ, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അതെന്തായിരിക്കണം, സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം. സിഗ്നൽ ഗ്രീൻ, അതായത് ബൈ ആണെങ്കിൽ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് താഴത്തെ ബാർ ഗ്രീൻ അല്ലെങ്കിൽ 1-2 ക്യാൻഡലിന് ശേഷം ഗ്രീൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ബൈ സിഗ്നൽ വന്നിരിക്കുന്ന റെസിസ്റ്റൻസിന് എടുത്തു വരുന്ന ട്രേഡുകളുണ്ട്. റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റൻസ്. അങ്ങനെ എടുത്തു വരുന്ന ട്രേഡുകൾക്ക് താഴത്തെ ബാറും നിങ്ങൾ നോക്കണമെന്നില്ല. ഈ ഒറ്റ കൺഫർമേഷൻ നോക്കി എടുക്കാവുന്നതാണ്. പ്രൈസ് ബൈസോൺ ആണെങ്കിൽ അവിടുന്ന് എൻട്രി എടുക്കുക. എൻട്രി പോയിന്റ് മേഖലയിലും ഏറ്റവും താഴത്ത് ടാർഗറ്റും ആ സമയത്ത് തന്നെ നമുക്ക് ടാർഗറ്റ് കാണിച്ചു തരും. 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. മാർക്കറ്റിംഗ് ആണെന്ന് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാർഗറ്റ് നമ്മൾ റിസ്ക് അനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്തൊരാളാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെയിറ്റ് ചെയ്യാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എൻ്റെ അടുത്ത ശേഷം പ്രോഫിറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ആ ലെവൽ വെച്ച് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു സ്ട്രാറ്റജി. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.